ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ മുന്നേ ഇടണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. എന്ത് പറയാനാ, ഫുള്ള് തിരക്കായി പോയി. എന്തായാലും ഓണത്തിന് മാത്രമല്ല, ഒരുവിധം എല്ലാ ട്രഡീഷണൽ വെയറിന്റെ കൂടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവിസിബിൾ ലോട്ടസ് ചെയിൻ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന്റെ ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും എന്നെ പോലുള്ള കുറെ പേരുണ്ടാവില്ലേ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ, അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ലോട്ടസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലെ. ആദ്യം തന്നെ നമ്മുടെ ഒരു OHP ഷീറ്റിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന്റെ മേലെ നമ്മൾ 3 കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഗ്ലൂവിന്റെ ക്യാപ്പാണ് കേട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. എന്റെ 2 ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന പുതിയ ഗ്ലൂവിന്റെ ഈ ഒരു സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, എയറുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ടിയാവുമല്ലോ. അതിനുശേഷം 2-3 ജംപ് നമ്മൾ ഇതേപോലെ ചെയിൻ പോലെ ആക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 48 സെന്റിമീറ്റർ ആണ് ഞാൻ എടുത്തത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലെങ്ത് എത്ര വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ജംപറിംഗ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഗിയർ വയർ വളച്ച് അതേ ഗിയർ ലോക്കിന്റെ ഉള്ളിൽ കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് ലോക്കായി കിട്ടും. ഇനി നമ്മളെ ലോട്ടസ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഐപ്പിൻ എടുത്ത് വെച്ചിട്ടില്ലേന്നോ, അത് ഗ്ലൂ വെച്ചിട്ട് ഈ ഒരു ലോട്ടസ് ബാക്കിലോട്ട് ചുടുക്കാം. ഇതും കുറച്ചു നേരം ഡ്രൈ ആവാൻ വെക്കാം. ഇനി നമ്മൾ സെന്ററിൽ ഒരു ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ലോട്ടസ് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ഗിയർ ലോക്ക് നമ്മൾ പ്രസ് ചെയ്ത് ലോക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ ലോട്ടസിന്റെ പെൻഡന്റ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി മറ്റേ സൈഡിലും കൂടെ ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് അതും കൂടെ പ്രസ് ചെയ്ത് കൊടുത്തു. നമ്മുടെ പെൻഡന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റും. അതേപോലെ വേറെ 2 സൈഡും കൂടെ ചെയ്തെടുത്തു. എന്നിട്ട് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു ലോക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഗിയർ വയറിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ശരിക്കും അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അറ്റാച്ച് ചെയ്യുന്നതിന്റെ. പക്ഷെ ആ ക്ലിപ്പ് എവിടെയോ മിസ്സായി. എന്നാലും നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ എങ്ങനെയാണ് ഗിയർ ലോക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഇൻവിസിബിൾ ലോട്ടസ് ചെയിൻ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.